പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് വീണ്ടും ഉയരുന്ന ഒരു സാഹചര്യത്തിൽ ഇറാന്റെ ഭാവി നേതൃത്വത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായത്. ഇറാനിലെ അധികാര വൃത്തങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു ചോദ്യം വന്നിരിക്കുന്നു. ആരായിരിക്കണം ആയത്തുള്ള അലി ഖമനേയ്ക്ക് ശേഷം കരുത്തനായി ആര് ഇറാനെ നയിക്കും? ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പരമോന്നത നേതാവെന്ന സ്ഥാനം അലങ്കരിക്കാൻ രാജ്യത്തിന്റെ രാഷ്ട്രീയ, സൈനിക, മതപരമായിട്ടുള്ള ശക്തികളുടെ കേന്ദ്ര ബിന്ദുവായതുകൊണ്ട് ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനെ കൊണ്ട് മാത്രം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു മത പണ്ഡിതനെ കൊണ്ട് മാത്രം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇനി അത് മാത്രമല്ല, സൈനികപരമായ കഴിവും കരുത്തും അതിൻ്റെ തന്ത്രങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയെ കൊണ്ട് മാത്രം കഴിയില്ല. ഈ ഗുണങ്ങളൊക്കെ തന്നെ ഒരുമിച്ച് ചേർന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇതിനെ നയിക്കാൻ സാധിക്കൂ. അങ്ങനെ ചർച്ചകൾ വന്നപ്പോഴാണ് ഖമനിയുടെ മകന്റെ സ്ഥാനം അതിന് പിന്നിലേക്കായിരിക്കും എന്ന് പലരും ചൂണ്ടിക്കാണിച്ചത്. പിൻഗാമിയെക്കുറിച്ചുള്ള ഓരോ സൂചനകളും ആഗോള രാഷ്ട്രീയം വളരെ ശ്രദ്ധയോടെ ഉറ്റുനോക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് പതിറ്റാണ്ട് കാലമായി ഇറാന്റെ സുരക്ഷ, നയതന്ത്ര, ഭരണ സംവിധാനങ്ങളുടെ ഹൃദയഭാഗത്ത് പ്രവർത്തിച്ച അലി ലാരിജാനിയുടെ പേര് ശക്തമായി അലയടിക്കുന്നത്. ലാരിജാനി തന്നെ ആയിരിക്കണം ഇറാനെ ഇനി നയിക്കേണ്ടത്, ഇറാന്റെ പരമോന്നത നേതാവ് എന്ന സ്ഥാനത്തേക്ക് എത്തിച്ചേരേണ്ടത് എന്നാണ് ഏവരും ഒരുപോലെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാനിലെ അധികാര സ്ഥിരതയും ഭരണ തുടർച്ചയും ഒക്കെ ഉറപ്പാക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഉയർച്ചയെക്കുറിച്ച് പല നിരീക്ഷകരും വിലയിരുത്തുന്നത്. ഉറപ്പായും ഖമനേയിയപ്പുറം ഇദ്ദേഹമായിരിക്കും, അതല്ലാതെ മറ്റാരും അവിടെ യോജിക്കില്ല എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. രാജ്യത്തിന്റെ അടുത്ത ഒരു രാഷ്ട്രീയ അധ്യായം എന്ന നിലയിൽ തന്നെ, ഒരു ചരിത്ര ഏടെന്ന രീതിയിൽ തന്നെ ഇതിനെ വിശേഷിപ്പിക്കുമെന്നാണ് പലരും പറയുന്നത്. പതിറ്റാണ്ട് കാലമായി ഇറാന്റെ സുരക്ഷാ ചിന്താഗതിയെക്കുറിച്ചും നയതന്ത്ര നീക്കങ്ങളെക്കുറിച്ചും ആഭ്യന്തര അധികാര സമവാക്യങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ നിരീക്ഷിച്ച് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള, രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ലാരിജാനി. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ എങ്ങനെ തഴയാൻ സാധിക്കും? അദ്ദേഹത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ തന്നെ ഈ ഗുണഗണങ്ങളൊക്കെ തന്നെ ചേർന്നിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ പറയാൻ സാധിക്കും. കാരണം സൈനിക മേഖലയിൽ, സൈനിക പശ്ചാത്തലത്തിൽ കരിയർ ആരംഭിച്ച് പാർലമെന്റിന്റെ പരമോന്നത സ്ഥാനത്തേക്ക് രാഷ്ട്രീയപരമായി എത്താൻ കഴിഞ്ഞിരിക്കുന്നു. ദേശീയ സുരക്ഷാ സംവിധാനത്തിന്റെ ഹൃദയഭാഗത്തേക്ക് നിയന്ത്രിക്കുന്ന, അതിന്റെ പ്രധാനപ്പെട്ട ആക്സിസ് തിരിക്കുന്ന രീതിയിലേക്ക് അച്ചുതണ്ടായി മാറിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇറാന്റെ രാഷ്ട്രീയ ചരിത്രവുമായി തന്നെ ചേർന്ന് നിൽക്കുന്ന തരത്തിൽ ലാരിജാനിയെ വിശേഷിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് ലാരിജാനിയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. രാജ്യത്തിന് ഇനി രാഷ്ട്രീയപരമായ ഒരു ഉയർച്ച വേണമെങ്കിൽ, ലോകശക്തികളോട് മല്ലിട്ട് നിൽക്കണമെങ്കിൽ, പോരടിക്കണമെങ്കിൽ, രാജ്യത്തിന്റെ ഭാവി വളരെ ഊഷ്മളമാകണമെങ്കിൽ നേതൃത്വ ക്രമീകരണങ്ങൾ തന്നെ ആയിരിക്കണം ഇനി വേണ്ടത്. ആഗോള ശക്തികൾ എന്തായിരുന്നാലും പാശ്ചാത്യ രാജ്യങ്ങളെ പുതിയ സംഘർഷ രേഖകളിലൂടെ തള്ളിവിടുമ്പോൾ ഇറാൻ മറ്റൊരു രീതിയിലാണ് സന്ദേശം കൊടുക്കുന്നത്. സ്ഥിരത, തുടർച്ച, അനുഭവം, ഇങ്ങനെയാണ് ഇറാൻ നിലവിൽ വ്യാഖ്യാനിക്കുന്നത്. ആ ഘട്ടത്തിലാണ്, അങ്ങനെ ഒരു മുഖമായി തന്നെയാണ് അലി ലാരിജാനിയെ കുറിച്ച് പറയുന്നത്. പ്രതിസന്ധി ഘട്ടത്തിൽ രൂപം കൊണ്ടുവരുന്ന പുതിയ രാഷ്ട്രീയ അധ്യായമായി തന്നെ നമുക്ക് ഇതിനെ നോക്കിക്കാണാനായി സാധിക്കും. ഇറാന്റെ അധികാര കേന്ദ്രത്തിൽ ശാന്തമായി പക്ഷേ ശക്തമായി സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നിർണായകമായ ഒരു വ്യക്തിത്വം, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് ശരിക്കും ഇറാന് ആവശ്യമായിട്ടുള്ളത്. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയപരമായ ഒരു മാറ്റമായി ഇതിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഒരുപക്ഷെ സമൂഹത്തിലടക്കം ഉണ്ടായേക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനേയിയുടെ വിശ്വസ്തരിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി പരിഗണിക്കുന്ന വ്യക്തി. ദീർഘകാലം ലാരിജാനി രാജ്യത്തിന്റെ അധികാര ഘടനയിൽ ഒരു പ്രത്യേക സ്ഥാനം ഉറപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അല്ലാതെ മറ്റാരെ അവിടേക്ക് പരിഗണിക്കുമെന്നുള്ള ചോദ്യവും ഏറെ പ്രസക്തമാണ്. ഇപ്പോൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രാദേശിക സംഘർഷങ്ങൾ, അത് നേതൃത്വത്തെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വങ്ങളും നിലനിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ലാരിജാനി അല്ലാതെ മറ്റാർക്കും തന്നെ തങ്ങളെ നയിക്കാൻ കഴിയില്ല എന്ന് സൈനിക ഉദ്യോഗസ്ഥരടക്കം, രാഷ്ട്രീയ വൃത്തങ്ങളടക്കം ഇപ്പോൾ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണനിരയിലെ പരിചയസമ്പന്നരായ വ്യക്തിത്വങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പല പ്രക്രിയകളും ഇതിനോടകം തന്നെ ഇറാൻ സ്വീകരിച്ചു പോരുന്നുണ്ട്. സുരക്ഷാ സമീപനത്തിന്റെ ഭാഗമായി ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ ഭരണ തുടർച്ച ഉറപ്പാക്കണമെങ്കിൽ അതിന് നേതൃശൃംഖലയിൽ ലാരിജാനിക്ക് കൊടുക്കേണ്ട പ്രാധാന്യം അത് നൽകിയേ തീരൂ. രാജ്യത്തിന്റെ സ്ഥാപനങ്ങളിൽ, വ്യക്തികളിൽ മാത്രം അങ്ങനെ ഒരു ആശ്രയം മുന്നോട്ട് കൊണ്ടുപോകാതെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു നീക്കമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്. ഇറാഖിലെ നജാഫിലായിരുന്നു ലാരിജാനി 1957 ജന്മം കൊണ്ടത്. മതപരവും ബൗദ്ധികവുമായി പാരമ്പര്യമുള്ള ഒരു ഇറാനിയൻ കുടുംബത്തിൽ വളർന്നു. പിന്നീട് ഇറാനിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ഇസ്ലാമിക് വിപ്ലവാനന്തര കാലഘട്ടത്തിൽ രൂപം കൊണ്ട പുതിയ രാഷ്ട്രീയ സംവിധാനവുമായി ഏറ്റവും അടുപ്പം പുലർത്തി. ഗണിതശാസ്ത്രവും കമ്പ്യൂട്ടർ ശാസ്ത്രവും ഒക്കെ പഠിച്ചതിന് ശേഷം തത്വചിന്തയിൽ ഉയർന്ന പഠനം പൂർത്തിയാക്കി അദ്ദേഹം
വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങുന്നു. ഇറാനിയൻ രാഷ്ട്രീയ രംഗത്ത് അപൂർവമായി ബൗദ്ധിക സംയോജനമുള്ള ഒരു നേതാവായി ഇദ്ദേഹത്തെ വിലയിരുത്തുന്നുണ്ട്. സാങ്കേതികപരമായും തത്വചിന്തപരമായും ഒക്കെയുള്ള ചിന്താഗതികൾ ഒരേ സമയം ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി, ഒരു മികച്ച നേതാവ് എന്ന നിലയിലാണ് അദ്ദേഹത്തെ പലരും നോക്കിക്കണ്ടിട്ടുള്ളത്. രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലൂടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സൈനിക പശ്ചാത്തലം അദ്ദേഹത്തിന് ഉണ്ടെന്ന് പറഞ്ഞത് ഈ ഒരു കാരണത്താലാണ്. ഇറാൻ യുദ്ധകാലത്ത് രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ച അനുഭവ സമ്പത്തുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ, ആ ഒരു ചിന്താഗതി തന്നിൽ ഊട്ടിയുറപ്പിക്കാൻ ആ യുദ്ധ അനുഭവം ഉണ്ടാക്കിയെടുത്തു. അതുകൂടാതെ തന്നെ ശക്തമായ ദേശീയ സുരക്ഷാ സമീപനം അദ്ദേഹത്തിനുള്ളിൽ ഈ കാലഘട്ടം വിതച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് സർക്കാർ സംവിധാനങ്ങളിലേക്ക് അദ്ദേഹം മാറി, വിവിധ ഭരണ പദവികൾ വഹിച്ചു. രാജ്യത്തിന്റെ ഔദ്യോഗിക പ്രക്ഷേപണ സ്ഥാപനമായിട്ടുള്ള IRIB-യുടെ തലവനായി പ്രവർത്തിച്ചു. മാധ്യമങ്ങളും ദേശീയ നയവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി. അങ്ങനെ ഒരു പ്രതിച്ഛായൊക്കെ തന്നെ ഇദ്ദേഹത്തിനുണ്ടായി. ഇനി 2000-കളിലായിരുന്നു ലാരിജാനി ഇറാന്റെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്ക്, ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറിയായും രാജ്യത്തിന്റെ ആണവ ചർച്ചകളിലെ പ്രധാന പ്രതിനിധിയായും അദ്ദേഹം പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെയാണ് ആണവ ചർച്ചകളിലടക്കം അദ്ദേഹത്തിന് ഏത് രീതിയിൽ മുന്നോട്ട് രാഷ്ട്രത്തെ രൂപപ്പെടുത്തണമെന്ന 25 വർഷക്കാലത്തെ അനുഭവ സമ്പത്തുണ്ട്. അതുകൊണ്ട് ഉറപ്പായും, പ്രത്യേകിച്ച് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മാത്രമേ ഇത് മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ കഴിയൂ എന്നാണ് പറയുന്നത്. കാരണം പാശ്ചാത്യ ശക്തികളുമായിട്ടുള്ള കടുത്ത ചർച്ചകൾ പോലും ഇറാന്റെ നിലപാട് വളരെ അനായാസം, പക്ഷേ വളരെ വ്യക്തമായി നിലപാട് സംരക്ഷിച്ച വ്യക്തിയായി അദ്ദേഹം അറിയപ്പെട്ടു. രാജ്യത്തിന്റെ സുരക്ഷയും സ്വയംഭരണാവകാശവും ഒക്കെ സംരക്ഷിക്കേണ്ടതുണ്ടെന്ന ഇറാന്റെ വാദം അന്താരാഷ്ട്ര വേദികളിൽ അലയടിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് ഏറെ നിർണായകമായിരുന്നു. 2008 മുതൽ 2020 വരെയുള്ള കാലഘട്ടം ഇറാനിയൻ പാർലമെന്റിന്റെ സ്പീക്കറായിട്ടായിരുന്നു സേവനമനുഷ്ഠിച്ചത്. പിന്നീട് നിയമനിർമ്മാണ സ്ഥാപനത്തിന്റെ സ്ഥിരതയുള്ള പ്രവർത്തനത്തിന്റെ രാഷ്ട്രീയ ഏകോപനത്തിനായി അദ്ദേഹം അഹോരാത്രം പണിയെടുത്തു എന്നുള്ളതാണ് കണക്കാക്കുന്നത്. വ്യത്യസ്ത രാഷ്ട്രീയ വിഭാഗങ്ങൾക്കിടയിൽ സംവാദം നിലനിർത്താനുള്ള കഴിവുള്ള യാഥാസ്ഥിതിക നേതാവെന്ന പേരാണ് അദ്ദേഹത്തെ പ്രസിദ്ധനാക്കിയിട്ടുള്ളത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചെങ്കിൽ പോലും പിന്നീട് അയോഗ്യനാക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആഭ്യന്തര രാഷ്ട്രീയ സങ്കീർണതകൾ തന്നെയായിരുന്നു അതിനുള്ള കാരണം. എന്നിരുന്നാൽ പോലും കരുത്തുറ്റ നേതാവായി നിൽക്കുന്നു. 2025 സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറിയായി പിന്നെയും നിയമിക്കപ്പെട്ടു. ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഏടായി വിശേഷിപ്പിക്കുന്നത്. ഇറാന്റെ സുരക്ഷാ നയരൂപീകരണത്തിൽ അദ്ദേഹം നിർണായകമായ സ്ഥാനത്ത് വീണ്ടും ഊട്ടി ഉറപ്പിക്കപ്പെട്ടു. അമേരിക്കയുമായും ഇസ്രയേലുമായും ഒക്കെ തന്നെ സംഘർഷ സാധ്യതകൾ ഉയർന്ന സാഹചര്യത്തിൽ പരിചയസമ്പന്നതയും തന്ത്രപരമായ ചിന്താഗതിയുമായിട്ടുള്ള ഒരു നേതാവിനെയാണ് ഇറാൻ ജനത ആ ഘട്ടത്തിൽ കണ്ടത്. ഭരണകൂടവും അക്കാര്യം തന്നെ കൃത്യമായി നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. വിദേശ സമ്മർദ്ദങ്ങൾക്കിടയിലും പലതരത്തിലുള്ള വിവാദങ്ങൾക്കിടയിലും ഉപരോധങ്ങൾക്കിടയിലും രാജ്യത്തിന്റെ നയതന്ത്രവും സുരക്ഷാ തീരുമാനങ്ങളും ഒരുപോലെ ഏകോപിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ ആയിരിക്കും ഇതിന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയുന്ന ഏക നേതാവെന്ന രീതിയിലേക്ക് പേരെടുത്തു, ഖ്യാതി വളർന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.